യുക്രൈൻ യുദ്ധത്തിൽ റഷ്യയ്ക്ക് വേണ്ടി പോരാടി കൊല്ലപ്പെട്ടത് 2300 ഉത്തര കൊറിയൻ സൈനികരെന്ന് റിപ്പോർട്ട്. ഉത്തര കൊറിയൻ തലസ്ഥാനമായ പ്യോങ്യാങ്ങിലെ പുതിയ യുദ്ധ സ്മാരകത്തിന്റെ സാറ്റലൈറ്റ് ചിത്രങ്ങളും ഔദ്യോഗിക ഫോട്ടോകളും വിശകലനം ചെയ്ത് BBC ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. പടിഞ്ഞാറൻ റഷ്യയിൽ 2024 ഓഗസ്റ്റിൽ കുർസ്ക് യുക്രൈൻ പിടിച്ചെടുത്തതിന് തൊട്ടു പിന്നാലെയാണ് റഷ്യയെ സഹായിക്കാൻ ഉത്തര കൊറിയ സൈനികരെ അയച്ചു തുടങ്ങിയത് എന്നാണ് ദക്ഷിണ കൊറിയൻ വൃത്തങ്ങൾ നൽകുന്ന വിവരം. 11,000 സൈനികരെ ഉത്തര കൊറിയ റഷ്യയെ സഹായിക്കാൻ അയച്ചതായാണ് കണക്കാക്കുന്നത്. ഇതിനു പകരമായി റഷ്യ ഉത്തര കൊറിയയ്ക്ക് പണവും സാങ്കേതിക സഹായവും ഭക്ഷണവും നൽകിയതായാണ് വിശ്വസിക്കപ്പെടുന്നത്. ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉൻ നേരത്തെ യുക്രൈൻ യുദ്ധത്തിൽ മരിച്ച സ്വന്തം സൈനികർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചിരുന്നു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇതുവരെ ഉത്തര കൊറിയ ഔദ്യോഗികമായി വെളിപ്പെടുത്തിയിട്ടില്ല. കൊല്ലപ്പെട്ടവരുടെ കൃത്യമായ കണക്കുകളും പുറത്തുവിട്ടിട്ടില്ല. അതിനിടയിലാണ് പ്യോങ്യാങ്ങിലെ പുതിയ യുദ്ധ സ്മാരകത്തിന്റെ ഫോട്ടോകൾ വിശകലനം ചെയ്ത് BBC റിപ്പോർട്ട് പുറത്തുവന്നത്. റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട സൈനികരെ ആദരിക്കുന്നതിന് പ്യോങ്യാങ്ങിലെ ഹോസോങ് ജില്ലയിൽ യുദ്ധ സ്മാരകമായി മ്യൂസിയം നിർമ്മിക്കാൻ 2025 ഒക്ടോബറിലാണ് ഉത്തര കൊറിയൻ പ്രസിഡന്റ് കിം ജോങ് ഉൻ ഉത്തരവിട്ടത്. ഇവിടെയുള്ള വനപ്രദേശത്ത് അതേ മാസം തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായി അമേരിക്കൻ ഇമേജിംഗ് കമ്പനിയായ പ്ലാനറ്റ് ലാബ്സ് നൽകിയ സാറ്റലൈറ്റ് ചിത്രങ്ങൾ ഉപയോഗിച്ച് BBC വ്യക്തമാക്കുന്നു. കഴിഞ്ഞ വർഷം ഡിസംബറിൽ 52,000 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള സമുച്ചയത്തിന്റെ പ്രാഥമിക രൂപം പുറത്തു കണ്ടു. ഈ വർഷം മാർച്ചോടെ ഭൂരിഭാഗം നിർമ്മാണ പ്രവർത്തനങ്ങളും പൂർത്തിയായി. ഏപ്രിൽ 26-ന് സ്മാരകം ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. മരിച്ച സൈനികരുടെ പേരുകൾ കൊത്തിവെച്ച 30 മീറ്റർ നീളമുള്ള 2 മതിലുകൾ, ഒരു കെട്ടിടം, ഒരു സെമത്തേരി എന്നിവ ഉൾപ്പെടുന്നതാണ് ഈ സ്മാരകം. കുർസ്ക് പ്രദേശം സ്വതന്ത്രമാക്കാൻ ഉത്തര കൊറിയൻ സൈനികർ കാട്ടിയ അതുല്യമായ ധീരത വ്യക്തമാക്കുന്നതാണ് സ്മാരകമെന്നാണ് ഉത്തര കൊറിയൻ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ KCNA റിപ്പോർട്ട് ചെയ്യുന്നത്. KCNA പുറത്തുവിട്ട ചിത്രങ്ങൾ വിശകലനം ചെയ്തപ്പോൾ ഓരോ മതിലും 14 ഭാഗങ്ങളായി തിരിച്ചതായി കണ്ടെത്തി. ഇതിൽ 9 ഭാഗങ്ങളിലായി പേരുകൾ കൊത്തിവെച്ചിട്ടുണ്ട്. ഓരോ ഭാഗത്തിലും ഏകദേശം 16 കോളങ്ങൾ വീതമുണ്ട്. കിഴക്കേ മതിലിന്റെ ക്ലോസപ്പ് ചിത്രങ്ങളിൽ ഒരു കോളത്തിൽ കൊല്ലപ്പെട്ട 8 സൈനികരുടെ പേരുകൾ ആലേഖനം ചെയ്തത് കാണാം. 16 കോളങ്ങളും 9 ഭാഗങ്ങളും കണക്കിലെടുക്കുമ്പോൾ ഓരോ മതിലിലും 1152 പേരുകൾ വീതം കൊത്തിവെച്ചിട്ടുണ്ടാകും. ഇത് 2 സ്മാരക മതിലുകളിലുമായി ആകെ 2304 എന്ന സംഖ്യയിലേക്ക് എത്തുന്നതായി BBC വ്യക്തമാക്കി. BBC മുന്നോട്ട് വെച്ച ഈ ഏകദേശ കണക്ക് ദക്ഷിണ കൊറിയയുടെ നാഷണൽ ഇന്റലിജൻസ് സർവീസിന്റെ കണക്കുകളോട് അടുത്തതാണ്. 2025 സെപ്റ്റംബറിൽ 2000 ഉത്തര കൊറിയൻ സൈനികർ കൊല്ലപ്പെട്ടതായും 2700 പേർക്ക് പരിക്കേറ്റതായും ദക്ഷിണ കൊറിയൻ രഹസ്യാന്വേഷണ ഏജൻസി അറിയിച്ചിരുന്നു. ഈ വർഷം ഫെബ്രുവരിയോടെ അവർ ഈ കണക്കുകൾ പുതുക്കി. റഷ്യയിലേക്ക് അയച്ച 11,000 സൈനികരിൽ 6,000 പേർ കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്തതായി ഏജൻസി അറിയിച്ചു. ഉത്തര കൊറിയയോ റഷ്യയോ ഇക്കാര്യത്തിൽ ഇതുവരെ ഔദ്യോഗിക കണക്കുകളൊന്നും പുറത്തുവിട്ടിട്ടില്ല. SI അനലിറ്റിക്സ് തയ്യാറാക്കിയ സാറ്റലൈറ്റ് ചിത്രം അനുസരിച്ച് ശ്മശാനത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് 140 കല്ലറകളും എതിർവശത്ത് 138 കല്ലറകളും സ്ഥിതി ചെയ്യുന്നുണ്ട്. സെമിത്തേരിയുടെ മധ്യഭാഗത്തായി ചാരനിറത്തിലുള്ള ഒരു കെട്ടിടം കാണാം. ഇത് മൃതദേഹാവശിഷ്ടങ്ങൾ സൂക്ഷിക്കുന്ന ചിതാഭസ്മ മന്ദിരം ആകാനാണ് സാധ്യതയെന്ന് കരുതുന്നു. 2 രീതിയിലാണ് ഇവിടത്തെ സെമിത്തേരിയിൽ മൃതദേഹങ്ങൾ അടക്കം ചെയ്തത്. പുറത്ത് കുറച്ച് കല്ലറകൾ, അകത്ത് കൊളംബേറിയത്തിനകത്ത് ചിതാഭസ്മം സൂക്ഷിച്ച പാത്രങ്ങൾ. അസാധാരണ ധീരത പ്രകടിപ്പിച്ച സൈനികരെ പുറത്തെ ശവകുടീരങ്ങളിൽ അടക്കം ചെയ്യുകയും മറ്റുള്ളവരുടെ ചിതാഭസ്മങ്ങൾ സൂക്ഷിക്കുകയും ചെയ്തതായാണ് കണക്കാക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.